ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ 3rd ചാപ്റ്ററാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അവകാശങ്ങളും കടമകളും. അപ്പോൾ ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനയും പ്രയാമ്പിൾ, അതിലെ ആമുഖം കേട്ടോ. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടന, താഴെ പ്രയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖം അഥവാ ഭരണഘടനയുടെ ആദ്യ പേജാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ആമുഖം അല്ലെങ്കിൽ പ്രയാമ്പിൾ എന്നറിയപ്പെടുക. അപ്പോൾ താഴെ നോക്കൂ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോൾമൻലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ആൾ ഇറ്റ്സ് സിറ്റിസൺസ്. അപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നാം, ഹാവിങ് സോൾമൻലി റിസോൾവ്ഡ് അഥവാ സംവിധാനം ചെയ്യുകയും ടു കോൺസ്റ്റിറ്റ്യൂട്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പോൾ ഇന്ത്യൻ ജനങ്ങളായ നാം ഇന്ത്യയെ സംവിധാനം ചെയ്യുകയും ഇന്ത്യൻ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എന്താണെന്നാണ്? ഇന്ത്യ ഇൻടു എ സോവറിൻ പരമാധികാരവും സോഷ്യലിസ്റ്റും സെക്കുലർ മതേതരത്വപരവും ഡെമോക്രാറ്റിക് ജനാധിപത്യപരവും റിപ്പബ്ലിക്കൻ രാഷ്ട്രവുമായി ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ സംവിധാനം ചെയ്യുകയും ഇന്ത്യൻ ഭരണഘടനയെ സംവിധാനം ചെയ്യുകയോ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ടു സെക്യൂർ ടു ആൾ ഇറ്റ്സ് സിറ്റിസൺ അഥവാ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ടു സെക്യൂർ ഉറപ്പു നൽകി ടു ആൾ ഇറ്റ്സ് സിറ്റിസൺ എല്ലാ പൗരന്മാർക്കും ഇന്ത്യൻ ഭരണഘടന ഇത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒന്ന്, ജസ്റ്റിസ് നീതി എന്താണ്? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി അഥവാ തുല്യത. അപ്പോൾ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. സെക്കൻഡ് വൺ, ലിബർട്ടി മീൻസ് സ്വാതന്ത്ര്യം. ഓഫ് തോട്ട്, ചിന്തിക്കാനും, എക്സ്പ്രഷൻ പ്രകടിപ്പിക്കാനും, ബിലീഫ് വിശ്വസിക്കാനോ, ഫൈത്ത് ആൻഡ് വർഷിപ്പ്, ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഏതിലൊക്കെയാണുള്ളത്? സ്വാതന്ത്ര്യം ഏതിലൊക്കെയാണ്? തോട്ടിലെ, എക്സ്പ്രഷൻ, ബിലീഫ്, ഫൈത്ത് ആൻഡ് വർഷിപ്പ്. തേർഡ് വൺ, ഈക്വാലിറ്റി സമത്വം ഏതിലാണ്? ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം. ആൻഡ് ടു പ്രൊമോട്ട് ചെയ്യുക അല്ലേ? എമംഗ് ദം ആൾ, എല്ലാ തലത്തിലും അവസരങ്ങളും പദവിയിലും ഉയരാനുള്ള സമത്വം. ഫെർട്ടേണിറ്റി സാഹോദര്യം. അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നാഷൻ. അപ്പോൾ ഫെർട്ടേണിറ്റി സഹോദര്യം അല്ലേ? എല്ലാ പൗരന്മാരും സഹോദരന്മാരാണ്. അപ്പോൾ ഫെർട്ടേണിറ്റി അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ അഥവാ ഒരു വ്യക്തിയുടെ അന്തസ്സിലോ വ്യക്തിഗതയിലുള്ള അന്തസ്സ് അല്ലേ? ആൻഡ് ദ യൂണിറ്റി, അതോടൊപ്പം തന്നെ ഇന്ത്യാസ് എന്താണ് നമ്മുടെ രാഷ്ട്രം? യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ അഥവാ നാനാത്വത്തിൽ ഏകത്വമുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. അഥവാ എല്ലാവരും സഹോദരന്മാരെന്ന വിശ്വാസമാണേത്? ഫെർട്ടേണിറ്റി. ഓക്കെ, താഴെ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി this 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. അപ്പോൾ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമനിർമ്മാണ സഭ കേട്ടോ, അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടന നിർമ്മിക്കുന്നതിന് കൊണ്ടുവന്ന സമിതിയായിരുന്നു ഏത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തിട്ടുണ്ട്? ദിസ് 26 ഡേ നവംബർ 1949,
നവംബർ 26 ഡു ഹെർബൈ അഡോപ്റ്റ് ഇത് അംഗീകരിക്കുകയും ഇനാക്ട് നിയമമാക്കുകയും ആൻഡ് ഗീവ് ടു അവർ സെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടി തന്നെ ഭരണഘടന രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിലാണ് നാം പറയണത്. അപ്പോൾ ദ പ്രയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഗിവൺ അല്ലേ, നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉള്ളതാണ് അല്ലേ. ഇൻ ദിസ് പ്രയാമ്പിൾ ഈസ് എ ഡിക്ലയേർഡ് ദാറ്റ് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇൻ ദ പ്രയാമ്പിൾ ആമുഖത്തിൽ ഇറ്റ് ഈസ് എ ഡിക്ലയേർഡ് ദാറ്റ് ഇന്ത്യ എന്താണെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യ ഈസ് എ സോവറിൻ പരമാധികാര രാജ്യമാണ്, സോഷ്യലിസ്റ്റ് രാജ്യമാണ്, സെക്കുലർ രാജ്യമാണ്, ഡെമോക്രാറ്റിക് ജനാധിപത്യ രാജ്യവും അതോടൊപ്പം റിപ്പബ്ലിക്കൻ രാജ്യവുമാണ്. ഇറ്റ് ആൾസോ എൻഷുർ സർട്ടൻ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. അപ്പം നമുക്ക് എന്തുണ്ട്, ഇറ്റ് ആൾസോ എൻഷുർ ഉറപ്പ് നൽകുന്ന ഭരണഘടന സർട്ടൻ സോഷ്യോ അഥവാ നിരവധി സോഷ്യോ സാമൂഹികവും പൊളിറ്റിക്കൽ രാഷ്ട്രീയവും ആൻഡ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അഥവാ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ നിരവധി ഒബ്ജക്റ്റീവ്സുകൾ അല്ലേ, ലക്ഷ്യങ്ങൾ ആർക്കുണ്ട്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അപ്പോൾ ഒന്ന് സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിൽ ഏതൊക്കെ വരിക, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതികൾ ഏതൊക്കെ വരിക, സോഷ്യോ ജസ്റ്റിസ് സോഷ്യൽ ജസ്റ്റിസിൽ ഏതാ വരിക, ആൾ ആർ ഈക്വാലിറ്റി എല്ലാവരും തുല്യരാണ് അല്ലേ. ഇക്കണോമിക്കിൽ എന്തുണ്ട്, ഇക്കണോമിക്കിൽ ആൾ പ്രോപ്പർട്ടി റൈറ്റ് അല്ലേ, എല്ലാവർക്കും സ്വത്തവകാശമുണ്ട്. പിന്നെയോ പൊളിറ്റിക്കൽ റൈറ്റ്സിൽ എന്താ വരിക, പൊളിറ്റിക്സിൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് അഡൾട്ട് ഫ്രാഞ്ചൈസ് പ്രായപൂർത്തി വോട്ടവകാശം. പിന്നെ എന്താ വരിക, ദ റൈറ്റ്സ് ഓഫ് ഇലക്ഷൻ ദ റൈറ്റ്സ് ഓഫ് വോട്ടിംഗ് വോട്ടവകാശം ഇത്രയാണ് അതിലുള്ളത്. പിന്നെ പ്രൊവിഷൻസ് ഓഫ് അച്ചീവിങ് ദിസ് ഒബ്ജക്റ്റീവ്സ് മൈൻറ്റൈൻഡ് ഇൻ ദ പ്രയാമ്പിൾ ആർ ഇൻക്ലൂഡഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻറ്റ് ദം ആർ ഗിവൺ ബിലോ. അപ്പോൾ പ്രൊവിഷൻസ് ഓഫ് അച്ചീവിങ് അഥവാ പ്രൊവിഷൻസ് വ്യവസ്ഥകൾ ആർ അച്ചീവിങ് ദിസ് ഒബ്ജക്റ്റീവ് അഥവാ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരവധി വ്യവസ്ഥകൾ മെയിൻറ്റെയിൻഡ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇൻ ദ പ്രയാമ്പിൾ അഥവാ ആമുഖത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആർ ഇൻക്ലൂഡഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവയെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് അമന്തം അവയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവകാശങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ. സെക്കൻഡ് വൺ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. തേർഡ് വൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലികമായ കടമകൾ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ റൈറ്റ്സ് വിച്ച് ആർ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ആർ എൻഷേർഡ് ബൈ ഇന്ത്യ. അപ്പോൾ റൈറ്റ്സ് അവകാശങ്ങൾ വിച്ച് ആർ ഇൻ്റഗ്രൽ പാർട്ട് മീൻസ് അവിഭാജ്യ ഘടകമാണ് ഓഫ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ജനാധിപത്യ സമൂഹത്തിലെ ആർ എൻഷേർഡ് ബൈ ഇന്ത്യ അഥവാ ഇന്ത്യ ഉറപ്പ് നൽകുന്ന ജനാധിപത്യ സമൂഹത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണ് അവകാശങ്ങൾ. അവിഭാജ്യ ഘടകം മീൻസ് ഒഴിവാക്കാൻ പറ്റാത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 3 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആർ ഇൻക്ലൂഡഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇൻ പാർട്ട് 3 അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ഈ പ്രധാനപ്പെട്ട അവകാശങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഏതുപോലെ മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ വൈ ആർ ദ സർട്ടൻ റൈറ്റ്സ് നോൺ ആസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ നോക്കുക എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് അപ്പോൾ വൈ ആർ സർട്ടൻ റൈറ്റ്സ് നൗ ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പോൾ താഴെ നോക്കുക എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദസ് റൈറ്റ് വിച്ച് കനോട്ട് ബി ഡിനൈഡ് എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദിസ് റൈറ്റ് അവകാശങ്ങളാണ് വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ് അഥവാ ഒരു തരത്തിലും ഒരു പൗരനിൽ നിന്നും തടഞ്ഞു വെക്കാൻ പറ്റാത്തതാണ് ഫണ്ടമെൻ്റൽ അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്.
They are inevitable for the holistic development of an individual. ഇത് വ്യക്തി വികസനത്തെ കൂടുതൽ സ്വാധീനിക്കുന്നു. They are very essential for leading a dignified life. They are very essential. ഇത് വളരെ എസെൻഷ്യലാണ്, അത്യന്താപേക്ഷിതമാണ്. ഫോർ ലീഡിങ് എ ഡിഗ്നിഫൈഡ് ലൈഫ്, അല്ലേ, അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് ഈ അവകാശങ്ങൾ അത്യാവശ്യമാണ്. സോ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദിയർ പ്രൊട്ടക്ഷൻ ആർ വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. അപ്പോൾ അതിനാൽ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൗലികാവകാശങ്ങൾ ആൻഡ് ദിയർ പ്രൊട്ടക്ഷൻ സംരക്ഷിക്കേണ്ടത് ആർ വെരി ഇമ്പോർട്ടൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എവിടെ? ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, ഒരു ജനാധിപത്യ സമൂഹത്തിൽ. ഓക്കെ. Did the people of India enjoy right and liberty during the British rule? അവിടെയും ക്വസ്റ്റ്യൻ ആണ്, അല്ലേ, ക്വസ്റ്റ്യൻ മാർക്കാണ്. Did the people of India, ഇന്ത്യയിലെ ജനങ്ങൾ enjoy right, അവകാശങ്ങൾ ഉണ്ടായിരുന്നോ, ആൻഡ് ലിബർട്ടി, അല്ലേ, സ്വാതന്ത്ര്യം അവകാശങ്ങളും ഉണ്ടായിരുന്നോ, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് താഴെ നോക്കാം. അപ്പോൾ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് the Indians had been denied many rights during the British rule, അല്ലേ, ചില അധികാരങ്ങളൊക്കെ ആർക്കുണ്ടായിരുന്നു, നൽകിയിരുന്നു ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ. The Indian freedom movement repeatedly raised the demand for ensuring right of the citizens. The Indian freedom movement, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം, repeatedly, തുടർച്ചയായി, raised, ഉയർത്തി, the demand, ആവശ്യങ്ങൾ, for ensuring rights, അവകാശങ്ങൾ ഉറപ്പാക്കാൻ, ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, അല്ലേ, ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി റിപ്പീറ്റഡ്ലി റൈസ്ഡ്, ആവശ്യമാർ ഉന്നയിച്ചിരുന്നു നിരന്തരമായി. ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം was a Nehru Committee report of 1928. This most important among them, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് മക്കൾ അവിടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ഇയർ ആണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് 1928, 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്തായിരുന്നു? ദ റൈറ്റ്സ് ടു ദ ഡിമാൻഡ് ഓഫ് എൻഷുറിംഗ് റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ദിസ് റിപ്പോർട്ട് submitted a list of rights which are to be ensured to the people of India. This report submitted, ഈ റിപ്പോർട്ട് സമർപ്പിച്ചു, എ ലിസ്റ്റ് ഓഫ് റൈറ്റ്, അല്ലേ, അവകാശങ്ങളുടെ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്തു, വിച്ച് ആർ ടു ബി എൻഷുർഡ് ടു ദ ഇന്ത്യൻ പീപ്പിൾ ഓഫ് ഇന്ത്യ, അഥവാ ഇന്ത്യൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ദ ഫാർമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഫ്രെയിമേഴ്സ്, ഫാർമേഴ്സ് അല്ല, ദ ഫ്രെയിമേഴ്സ് അഥവാ നിർമ്മാതാക്കൾ, ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ, പ്രിപ്പയർഡ്, തയ്യാറാക്കി, ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ, ബേസ്ഡ് ഓൺ, എങ്ങനെയായിരുന്നു, അടുത്ത പേജിലേക്ക് നോക്കുക. അപ്പോൾ ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ, പ്രിപ്പയർഡ്, തയ്യാറാക്കി, ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ, ബേസ്ഡ് ഓൺ, ഏതിനടിസ്ഥാനപ്പെടുത്തി. ഇനി അടുത്ത പേജിൽ ബേസ്ഡ് ഓൺ ദ റൈറ്റ് എയിംഡ് ബൈ ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് റെക്കമെൻഡഡ് ബൈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഏതിനടിസ്ഥാനപ്പെടുത്തിയായിരുന്നു? ദ റൈറ്റ് എയിംഡ്, അല്ലേ, അവകാശങ്ങൾ ലക്ഷ്യം വെച്ചു, ബൈ ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് റെക്കമെൻഡഡ് ബൈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. തുടർന്ന് ദ ബിൽ ഓഫ് റൈറ്റ്സ്, ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ദ ഫോർമുലേഷൻ അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദ ബിൽ ഓഫ് റൈറ്റ്സ് അഥവാ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ ഭരണഘടനയിലെ ദ ബിൽ ഓഫ് റൈറ്റ്സ് പോലെ റൈറ്റ്സ് എന്ത് ചെയ്തു? ആൾസോ ഇൻഫ്ലുവൻസ്ഡ്, സ്വാധീനിച്ചു. ആരെ? ദ ഫോർമേഷൻ ഓഫ് അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലികാവകാശ രൂപീകരണത്തെ സഹായിച്ചത് അമേരിക്കൻ ഭരണഘടനയിലെ ദ ബിൽ ഓഫ് റൈറ്റ്സ് ആയിരുന്നു. ഒബ്സർവ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഷോ ഇൻ ദ ഫിഗർ, അല്ലേ, അതിൽ നോക്കിയാൽ, ആ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയെന്ന് കാണാം. അപ്പോൾ ദർ ആർ എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്? ദേ ആർ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്
ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് എത്ര മൗലികാവകാശങ്ങളാണ് നൽകുന്നത്? There are 6 fundamental rights of Indian Constitution. Let's look at them to detail. നമുക്ക് തൊട്ട് അപ്പുറത്തേക്ക് നോക്കാം. നിങ്ങൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കണം കേട്ടോ. എന്താണ്? 6 fundamental rights are India. ഏതൊക്കെയാണ്? ഇന്ത്യൻ സിറ്റിസൺ. ഫസ്റ്റ് വൺ, ഒന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വാവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ. ഓക്കെ മക്കളെ, ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വാവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ലാസ്റ്റ് വൺ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ. ഓക്കെ, ഇതോടുകൂടി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഈ ഭാഗം കഴിഞ്ഞു. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റൈറ്റ് ടു ഈക്വാലിറ്റി മുതൽ എക്സ്പ്ലനേഷനാണ്. അതുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.